ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചെറിയൊരു പ്ലാനിങ് ആണ്. ഉച്ചയ്ക്കാണ് പ്ലാൻ ചെയ്തത് ലുലു മാളിലോട്ട് പോകാമെന്ന് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. 3 പേരും പോകുന്ന വഴിക്ക് ചെക്കനാണെങ്കിൽ പെട്ടെന്ന് പോകണമെന്നുള്ള ഒരു അത്യാവശ്യം. അങ്ങനെ റോഡിൽ കയറി 2 പേരും ഹെൽമെറ്റൊക്കെ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ അവന് ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ റോഡ് നോക്കിയിരിക്കും. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ കോപ്പറൊന്നുമില്ല, അപ്പം സാധാ ഫോണിൽ തന്നെയാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബൈപ്പാസ് എത്തിയപ്പോഴേക്കാണ് ഈ ഹോട്ടൽ ആര്യാസിലെത്തി. അവിടെ നിന്ന് ചായ കൂടി കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കാരണം ഉച്ച സമയത്ത് ഇറങ്ങിയിട്ട് 3:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വീട്ടിൽ ചായ കുടിച്ചില്ലായിരുന്നു. അങ്ങനെ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് കടയിൽ കയറി ചായയും കുടിച്ച് അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ ആ വടയിൽ ചമ്മന്തിക്കകത്ത് തന്നെ എപ്പോഴും കൈയെടുത്തിടും. ഞാൻ തന്നെ 2-3 പ്രാവശ്യം പോയി കഴിയിട്ട് വന്നു. പിന്നെ കടയിലെ ആൾക്കാർ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ ഒരുവിധം റെഡിയായിട്ട് അവനെ വെളിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ റോഡിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടികളെയും തിരിഞ്ഞ് നോക്കുകയാണ്. വൈഫിനാണെങ്കിൽ വീട്ടിൽ നിന്ന് കോൾ വന്ന് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവന് കാറ് ഹോണടിക്കുമ്പോൾ അവന് ഭയങ്കര ഖുഷിയാണ്. ആൾ ഉടനെ ചാടും. അങ്ങനെ നമ്മൾ നേരെ ലുലു മാളിലെത്തി. മേളിൽ കയറിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം മേളിൽ ഇപ്പം പെരുന്നാളായത് കാരണം അതിൻ്റെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ അവളെ കയ്യിരുന്ന് ഉടനെ എൻ്റെ അടുത്ത് വരണം. ഞാനെടുത്ത് കഴിയുമ്പോൾ പിന്നെ അവളുടെ അടുത്ത് പോകണം. അങ്ങനെ മാറിയും തിരിഞ്ഞുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ കടകൾ കാണുമ്പം അതിനകത്ത് എന്താണുള്ളതെന്നുള്ളത് നോക്കണം. എല്ലാത്തിൻ്റെയും കാഴ്ചക്കാരാണ് ഇവൻ. കാണുന്നതെല്ലാം എടുത്ത് അവൻ്റെ നോട്ടം കണ്ടില്ലേ, അതിനകത്തൊന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവനെ കയറ്റാൻ പറ്റില്ല. അങ്ങനെ ആൾ കുറേ നേരം ഓരോ ആൾക്കാർ ഇങ്ങനെ കറങ്ങുന്നതും പിന്നെ മേളിൽ കൂടി ട്രെയിൻ പോലെ ഒരു സംഭവം പോയായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. അവന് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഒരു 2-3 മണിക്കൂറൊക്കെ എങ്ങനെ പോകും എന്നുള്ളത് അറിയില്ല. അത്രയ്ക്കും ഇഷ്ടം പോലെ ഉണ്ട് കറങ്ങി നോക്കാനായിട്ട്. അങ്ങനെ ഇവിടെ വെളിയിൽ വന്ന് നിന്നപ്പോഴത്തേക്കാണ് അവന് മൊത്തം ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ കാണുന്നതെന്ന് വെച്ചാൽ 100 രൂപ ഒരു പ്രാവശ്യത്തേക്ക്. അത് ലിവറുണ്ട്. അത് വെച്ച് നമ്മൾ മൂവ് ചെയ്തിട്ട് കറക്റ്റ് ക്ലിപ്പ് ഇടണം. ക്ലിപ്പ് ഇടുന്ന സമയം ഏത് ബൊമ്മയാണോ നമുക്ക് ക്ലിപ്പിൽ കിട്ടുന്നത് അതെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ല. പക്ഷേ ഇതൊരു ഉടായ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ നമ്മളവിടെ നിൽക്കെ തന്നെ ഒരു 5-6 പേര് ട്രൈ ചെയ്തു. ഒരാൾക്ക് മാത്രമാണ് കിട്ടിയത്. ഇത് നല്ലൊരു ഗെയിമായിരുന്നു. പക്ഷേ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പക്ഷെ ഭയങ്കര തമാശയായിരുന്നു. കാരണം വെച്ചാൽ കുറേ വണ്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാ വണ്ടിയും കൂടി വന്നിട്ട് മുട്ടും. അങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. അങ്ങനെ കുറേ നേരം ഇത് നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ മേളിൽ കൂടി വരുന്നുണ്ടാവും ട്രോളി പോലത്തെ സംഭവത്തിൽ ഭയങ്കര സ്ലോയിൽ വന്നിട്ട് മേളത്തെ ഈ ഒരു കറക്കം കറങ്ങി തീരുമ്പോൾ ഭയങ്കര സ്പീഡിലോട്ടാണ് പോകുന്നത്. ആൾക്കാരൊക്കെ വളരെ നീക്കമായിട്ട്. ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ബാഹുബലിയുടെ ഗെയിം ഓരോ പയ്യന്മാർ അടിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ പൈസ പോകുന്നതല്ലാണ്ട് ഒന്നും മേളിലോട്ട് എത്തുന്നില്ല. ആ ഒരു ഇതിൽ നിൽക്കുക. മോനും കൂടി നല്ലപോലെ എൻജോയ് ചെയ്തു. കാരണം അവന് ഈ കാർ ഗെയിം നല്ല ഇഷ്ടപ്പെട്ടു. നിൽക്കുന്നുണ്ടല്ലേ, തിരിഞ്ഞിട്ടാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ മേളത്തെ ലൈറ്റും കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവൻ ഫുള്ളും ആ കാർ ഗെയിം തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ നമ്മളുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റിൽ മേളിൽ നമ്മൾ ഈ റൗണ്ടിങ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയപ്പോഴേക്കാണ് അവിടെ എല്ലാം ഗെയിം സെക്ഷനാണ്. അത് നോക്കിയപ്പോഴേക്കും ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ റേസിംഗ് ഗെയിമാണ്. ഇരുന്ന് ചാടി തുള്ളി കളിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കറക്റ്റല്ല, എന്നാലും കുഞ്ഞു പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ, ഒരു കളിക്കുന്നുണ്ട് എൻജോയ്മെൻറ്റിൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി നോക്കി. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആൾ തിരക്കുണ്ടെങ്കിലും ഈ ഗെയിം സെക്ഷനിൽ അത്രയും തിരക്കില്ല. കാരണം വെച്ചാൽ അതിനകത്ത് നല്ല ചാർജാണ്. ഓരോ ഇത് ഉപയോഗിക്കാനായിട്ടും 100-150 ഇങ്ങനെ ചാർജാണ്. അപ്പോൾ അതിൽ എല്ലാം ഇങ്ങനെ ഒഴിഞ്ഞിടക്കുകയായിരുന്നു ആളില്ലാതെ. ജസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഒരു വീഡിയോ എടുത്തതന്നേ ഉള്ളൂ.
അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ, അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് പുതിയതായിട്ട് പോകുന്നവർ ഇതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിലെ ATM കാർഡ് വേണം. ATM കാർഡ് വെച്ചിട്ട് അവർ വേറൊരു കൂപ്പൺ പോലത്തെ ഒരു സംഭവം തരും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്കിതിൽ കളിക്കാൻ പറ്റുന്നത് എല്ലാ സെക്ഷനിലും. അപ്പോൾ പുതിയതായിട്ട് ഇനി ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ATM കാർഡ് അത്യാവശ്യമാണ്. അവിടെ ATM കാർഡ് ഉണ്ടെങ്കിലാണ് ഈ പാസ് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാ ഗെയിമിലും കയറാനും അവരൊരു കൂപ്പൺ തരും, അത് വെച്ചിട്ട് നമുക്ക് കയറാം. പക്ഷേ അത് ATM കാർഡ് വെച്ച് നമുക്കത് റീചാർജ് ചെയ്തിട്ടാണ് ആ കൂപ്പൺ കിട്ടത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ കാറ് കുറേ ഇതുണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഇതിനും പൈസ ഉണ്ട്, പക്ഷെ നമ്മളത് പൈസ കൊടുത്തല്ല കയറിയത്. ഫോട്ടോ എടുക്കാനായിട്ട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ എടുത്തതാണ്. കാരണം എന്ന് വെച്ചാൽ പൈസ കൊടുത്ത് കയറ്റി കഴിഞ്ഞാൽ അവന് ഇരിക്കാനുള്ള ഇതായിട്ടില്ല, കാല് പോലും തറയിലെത്തിയിട്ടില്ല. ഇത് ഒരു വല്ലാത്തൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എപ്പോഴും തല കറങ്ങി വീഴുമെന്ന് അറിയാൻ പറ്റില്ല, ആ ഒരു സ്പീഡായിരുന്നു. ഈ വീഡിയോയിൽ സ്ലോ ആയിട്ടാണ് കാണുന്നത്, പക്ഷേ ഇത് കറങ്ങിയപ്പോഴെന്ന് വെച്ചാൽ ഇതിനകത്തിരുന്ന എല്ലാവരും അലറി വിളിക്കുകയാണ് ചെയ്തത്. അറിയാതെ കയറിയതുപോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൽ കയറാനുള്ള ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴേക്കാണ് ഈ അറബിയും ഒട്ടകവും കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കുന്നത്. അങ്ങനെ നേരെ നമ്മൾ എന്ത് ചെയ്തു, താഴോട്ട് വന്നു. താഴേക്ക് വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ഭയങ്കര തിരക്കാണ്, ആൾക്കാർ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ക്ലിയറായിട്ട് എടുക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ച. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയിട്ടാണ് ഇതെടുത്തത്. ഇത് കണ്ടില്ലേ, ഈ ഒട്ടകവും അറബിയും കൂടി ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന നല്ല സെറ്റപ്പായിരുന്നു. നേരിട്ട് കാണുമ്പം ഈ വീഡിയോയിൽ അത്ര ക്വാളിറ്റി ആയിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാം കണ്ട് അവനാണെങ്കിൽ നല്ല ഉറക്കമായി. പിന്നെ അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബൈക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരം കിടന്ന് കറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് നേരെ വെളിയിൽ വന്ന് നേരെ വീട്ടിലേക്ക് പോന്നു. വരുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ അവന് ഛർദിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഫുഡ് മേടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോകും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. അപ്പം